തെരഞ്ഞെടുപ്പ് ഫലം വരാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി ചർച്ചകളിൽ ചുറ്റിത്തിരിഞ്ഞ് UDF. VD സതീശനെ പിന്തുണച്ച് പ്രതികരണം നടത്തിയ എറണാകുളം DCC അധ്യക്ഷൻ മുഹമ്മദ് റിയാസിനെ AI ഗ്രൂപ്പുകൾ തള്ളി. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച നേതാക്കളുടെ അഭിപ്രായങ്ങൾ അർത്ഥമില്ലാത്ത സംസാരങ്ങളെന്ന് ഡോക്ടർ ശശി തരൂർ MP പറഞ്ഞു. ജയിച്ച MLA-മാരുടെ അഭിപ്രായം കേട്ട ശേഷം മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് തീരുമാനിക്കും. കെട്ടിടം കെട്ടിയ ശേഷമല്ലേ ഫർണിച്ചർ വാങ്ങിക്കേണ്ട കാര്യമുള്ളൂ എന്നാണ് ശശി തരൂർ പറഞ്ഞത്. കേൾക്കാം. കോൺഗ്രസ് പാർട്ടിയുടെ രീതി എന്താണ്? ജയിച്ച MLA-മാരുടെ ഉപദേശം ചോദിച്ചിട്ട് അവർ അവസാനത്തിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും. ഞങ്ങൾ ജയിച്ച മുഖ്യമന്ത്രി ഉണ്ടാവും. ആരാണ്, എവിടെയാണ്, ഏത് നഗരത്താണ് പറയാൻ ഒരു സാധ്യത. അനാവശ്യമാണ്. കാരണം ഞാൻ എപ്പോഴും പറയും, കെട്ടിടം കെട്ടിയ ശേഷമല്ലേ നമുക്ക് ഫർണിച്ചർ മേടിക്കാൻ ആവശ്യമുണ്ട്. എന്തിനാണ് ഇപ്പൊ തന്നെ നിങ്ങൾ ഫർണിച്ചറും കെട്ടിടമൊക്കെ മേടിക്കണം? വീട് കെട്ടത്തെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. മെയ് 4-ാം തീയതി അത് പൂർത്തിയാവും. പിന്നെ നമ്മൾ തീരുമാനിക്കും. ജയിച്ച MLA-മാരുടെ അഭിപ്രായം കേട്ട ശേഷം മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നായിരുന്നു VM സുധീരന്റെയും പ്രതികരണം. BJP-യെ തള്ളി, CPM-ന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തള്ളി. ഈ തവണ ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ ചരിത്ര വിജയം നേടും. കോൺഗ്രസിൻ്റേതായ ഒരു രീതിയുണ്ട്. ആ രീതി അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങും. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ, കോൺഗ്രസ് നിയമസഭാ സാമാജികരുടെ അഭിപ്രായമെല്ലാം വിലയിരുത്തിക്കൊണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് കൃത്യമായൊരു തീരുമാനമെടുക്കും. അതാണ് കോൺഗ്രസിൻ്റെ രീതി. ആ പതിവ് രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. അതിനെ ചൊല്ലി, അത്തരം സ്ഥാനമാനങ്ങളെ ചൊല്ലി ഒരു പ്രശ്നം കോൺഗ്രസിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഞാൻ ഇപ്പോൾ കാണുന്നില്ല. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ തള്ളി K മുരളീധരനും രംഗത്തെത്തി. മുഖ്യമന്ത്രിയെ പാർട്ടി തീരുമാനിക്കും. മെയ് 4-ന് ശേഷം തീരുമാനിക്കേണ്ട കാര്യമാണ് എന്നും ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത് എന്നുമാണ് K മുരളീധരന്റെ പ്രതികരണം. കോൺഗ്രസ് അതിലേക്ക് കടന്നിട്ടില്ല. അതിനൊക്കെ ഞങ്ങൾക്ക് ചില സംവിധാനങ്ങളുണ്ട്. 4-ാം തീയതി കഴിഞ്ഞാൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും. അല്ല, അതൊക്കെ കോൺഗ്രസ് പാർട്ടി എടുക്കേണ്ട തീരുമാനമാണ്. അതുകൊണ്ട് ഞാൻ ഏകോപക്ഷമായിട്ടുള്ള അഭിപ്രായങ്ങൾ ആരും പറയുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. മാത്രമല്ല, അങ്ങനെ ചർച്ചയിലേക്ക് പോകുന്നതിന് ശരിയല്ല. ജനം എന്ത് പറയും? ഇവരെ ഞങ്ങൾ വിശ്വസിച്ച് ജയിപ്പിച്ചിട്ട് ഇതാ തുടങ്ങി എന്ന് പറയുന്ന ഒരവസ്ഥ ആരും ഉണ്ടാക്കരുത്. അത്രേ പറയുന്നു. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, VD സതീശന് വേണ്ടിയും രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടിയും ഒക്കെ പരോക്ഷമായൊക്കെ ഉൾപ്പെടെ ഉള്ള ആവശ്യങ്ങളും പ്രതികരണങ്ങളും ഒക്കെ വരുമ്പോഴാണ് അത് ഒരു തരത്തിലും ഗുണം ചെയ്യില്ല. K മുരളീധരൻ അത് കൃത്യമായി തന്നെ അവസാനം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. ആ തരത്തിലേക്കാണോ ഇപ്പോൾ അത്? അങ്ങനെയുള്ള പ്രതികരണങ്ങൾ നിർത്തണമെന്ന് പാർട്ടി നിർദ്ദേശം നൽകിയോ പറയുന്ന നേതാക്കൾക്കുൾപ്പെടെ? അനുജ, പരസ്യമായി വിഴുപ്പലക്കരുത് എന്നുള്ള ഒരു മനോഭാവം അത് കോൺഗ്രസിലെ പല മുതിർന്ന നേതാക്കൾക്കും ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് പോളിംഗിന് മുൻപ് തന്നെ ഈ കോൺഗ്രസിൽ അഥവാ അധികാരത്തിലെത്തിയാൽ ആരാകും മുഖ്യമന്ത്രിയാകുക എന്നുള്ള കാര്യത്തിൽ വലിയ തർക്കങ്ങളും ചർച്ചകളും ഒക്കെ നമ്മൾ കണ്ടതാണ്. നമുക്കറിയാം, K സുധാകരൻ രമേശ് ചെന്നിത്തലയെ പിന്തുണച്ച് രംഗത്തെത്തി. പിന്നാലെ PJ കുര്യൻ അടക്കമുള്ള ആളുകൾ അത് ആവർത്തിച്ചു. അപ്പോഴൊക്കെ നേതൃത്വവും AICC അടക്കം ഇക്കാര്യത്തിലെടുത്ത നിലപാട് ഈ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ അതൊരു ചർച്ചയാക്കിയാൽ, അതല്ലെങ്കിൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ആര് മുഖ്യമന്ത്രിയാകുമെന്നുള്ള കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ടായാൽ, ഒരു തർക്കമുണ്ടായാൽ അത് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിനെ ബാധിക്കും, ജനങ്ങളിലേക്ക് ഒരു മോശം സന്ദേശം നൽകും എന്നൊക്കെയുള്ളതായിരുന്നു മുതിർന്ന നേതാക്കളുടെ പ്രതികരണം. എന്നാൽ അതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ എറണാകുളം DCC പ്രസിഡന്റായിട്ടുള്ള മുഹമ്മദ് ഷിയാസ് ഇക്കാര്യത്തിൽ VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയത്. ഇക്കാര്യത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിൽ സജീവ ചർച്ച നടക്കുന്നത്. വലിയ വിജയം ലക്ഷ്യമിടുന്ന കോൺഗ്രസിൽ ഈ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള ചർച്ചകൾ അത് ഗുണകരമാകില്ല എന്നുള്ളതാണ് നേതാക്കളുടെ വിലയിരുത്തൽ. മാത്രമല്ല, ഈ മുഹമ്മദ് ഷിയാസിന്റെ പ്രസ്താവനയെ തള്ളി KC വേണുഗോപാൽ പക്ഷത്തുള്ള M ലിജു തന്നെ രംഗത്തെത്തുന്നത് നമ്മൾ കണ്ടതാണ്. മാത്രമല്ല, ഈ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള പരസ്യ പ്രതികളിൽ നിന്ന് നേതാക്കൾ പിന്തിരിയണമെന്ന A ഗ്രൂപ്പ് നേതാവ് KC ജോസഫ് ആവശ്യപ്പെട്ടത് നമ്മൾ കണ്ടതാണ്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപ് ഇത്തരം ചർച്ചകൾ, അതല്ലെങ്കിൽ കോൺഗ്രസിനകത്ത് മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഉണ്ട് എന്നുള്ള പ്രതീതി അത് മുന്നോട്ട് വെക്കുന്നത്, നേതാക്കളുടെ പരസ്യ പ്രതികരണത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത് കോൺഗ്രസ് നേടാൻ പോകുന്ന വലിയ വിജയത്തിന്റെ മാറ്റു കുറയ്ക്കും എന്നൊക്കെയുള്ള അഭിപ്രായം നേതാക്കളിൽ പലർക്കുമുണ്ട്. അതുകൊണ്ടാണ് K മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ ആ വിധത്തിൽ, അല്ലെങ്കിൽ ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത് എന്ന് പറയേണ്ട സാഹചര്യത്തിലേക്ക് പോകുന്നത്. അതേസമയം ഉപമുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയും ഇപ്പോൾ ചർച്ചകളും അതേപോലെ തന്നെ വിവാദങ്ങളും പുകയുകയാണ്. നമുക്കറിയാം, ഇന്ന് KN ഖാദറിന്റെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. അധികാരത്തിലെത്തിയാൽ മുസ്ലിം ലീഗ് ഉപമുഖ്യമന്ത്രി പദം ആവശ്യപ്പെടില്ലെന്ന് KN ഖാദർ വ്യക്തമാക്കി. പക്ഷേ ലീഗിലെ തന്നെ ചില പ്രധാനപ്പെട്ട നേതാക്കൾക്ക് അങ്ങനെ ഒരു ആവശ്യം, അത് സീറ്റുകൾ നേടുന്നതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു ആവശ്യം എന്തുകൊണ്ട് മുന്നോട്ട് വെച്ചുകൂടാ എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ അവർക്കുമുണ്ട്. ഏതായാലും അതടക്കമുള്ള കാര്യങ്ങളിലെ പരസ്യ പ്രതികരണം ഒരുപക്ഷേ UDF നേതൃത്വം ഇടപെട്ട ഈ നേതാക്കൾക്ക് വിലക്കാനൊക്കെയുള്ള സാധ്യത നമുക്ക് വരും മണിക്കൂറുകളിൽ കാണാൻ കഴിയും. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.